തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചെന്ന പരാതിയിൽ നിർണായക CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന്. ആശുപത്രി വരാന്തയിൽ ബിസമീറിന് ശ്വാസതടസ്സം നേരിടുന്നതും പരിഭ്രാന്തരാകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ആശുപത്രി വരാന്തയിൽ ഇരിക്കേണ്ടി വന്നുവെന്നും ഭർത്താവിന്റെ നിലവിളി കേട്ടാണ് സെക്യൂരിറ്റി എത്തിയതെന്നും ഭാര്യ ജാസ്മിൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. എന്താ ശരിക്കേ എത്ര മണിക്കാണ് എന്താണ് സംഭവിച്ചത്? ഒരു മണിയോടുകൂടി എന്നാണ്? ഞായറാഴ്ച രാത്രി, അതായത് തിങ്കളാഴ്ച വെളുപ്പിനെ. ശരി. 1 മണിയായപ്പോ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഞാൻ എന്റെ 2 വീലറിൽ പുറകിലിരുത്തിയാണ് കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോ ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ബാക്കിയുള്ള അകത്തുള്ള ഗ്രില്ലുകളെല്ലാം പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോൾ ബെല്ലമർത്തി പുള്ളിക്കാരൻ ഇവിടെ കിടന്നിങ്ങനെ ശ്വാസം വലിക്കുന്നുണ്ട്, ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ആരെങ്കിലും ഓടി വരണേന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ സൗണ്ട് കേട്ടിട്ട് പുറത്തുനിന്നൊരു സെക്യൂരിറ്റി ഓടി വന്നു. അപ്പോഴും ഈ അവര് പൂട്ട് തുറന്നിട്ടില്ല. അവര് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നോണ്ട് അവർക്ക് പെട്ടെന്ന് പൂട്ട് തുറക്കാൻ പറ്റുന്നില്ല. സാധാരണഗതിയിലേ ആ ആശുപത്രിയില് രാത്രിയും ഡോക്ടർ വേണ്ട ഹോസ്പിറ്റലാണോ? CHC അല്ലേ അത്? അപ്പൊ രാത്രിയും ഡോക്ടർ വേണ്ട. അവിടെ എപ്പോഴും രാത്രി ഡോക്ടർ ഉണ്ടാവും. അവരിങ്ങനെ പൂട്ടിയിട്ട് പോയി കിടക്കും. ആരെങ്കിലും വരുവാണെങ്കിൽ ബെല്ലമർത്തണം, അപ്പോഴത്തേക്ക് അവര് പുറത്ത് വരുള്ളൂ. ഇതുപോലെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കേസ് ഇങ്ങനെ അത്യാഹിതമായിട്ട് ഇപ്പൊ പോകുമ്പോഴത്തേക്ക് ഇവർ ഉറങ്ങി എണീറ്റ് വരുമ്പോഴത്തേക്ക് ഇതുപോലെ എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ പലർക്കും ജീവൻ നഷ്ടപ്പെടും. അല്ലെങ്കിൽ തന്നെ ഫ്രണ്ടിൽ നേഴ്സിംഗ് ഈ നഴ്സുകളൊക്കെ ഇരിക്കുന്ന ഒരു റൂമുണ്ട്, അവിടെ അവർക്ക് കിടന്നുറങ്ങാവുന്നതേ ഉള്ളൂ. അവിടെ നിങ്ങൾ ബെല്ലമർത്തിയിട്ടും ആരും വന്നില്ല? 2 പ്രാവശ്യം ബെല്ലമർത്തിയപ്പോ ഇവര് അങ്ങ് അകത്തുള്ള ഗ്രില്ലിന്റെ അവിടെ എത്തിയിട്ട് ഞാൻ ഓടി വരാനായിട്ട് വിളിച്ചു. അപ്പൊ ഇങ്ങനെ അവര് തുറന്നു വന്നപ്പോഴത്തേക്ക് ഞാൻ സെക്യൂരിറ്റി അപ്പോഴത്തേക്ക് ഇക്കൊക്കെ കുഴഞ്ഞു പോയി. പിന്നെ ഞാൻ ആ പുള്ളിക്കാരന്റെ ഹെൽപ്പോട് കൂടി അകത്ത് കൊണ്ടുപോയി അവിടുത്തെ ചെയറിലിരുത്തി. അവിടെ ചെയറിലിരുത്താൻ പോയപ്പോ ഇവരിങ്ങനെ ഡോക്ടറും ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു, പക്ഷെ പേരെനിക്കറിയില്ല. ഡോക്ടറും നഴ്സും കൂടെ സോഡിയം കുറഞ്ഞതാണോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ ഉണ്ടായിട്ടും ചികിത്സ കിട്ടിയില്ല എന്നാണ് ഭാര്യയുടെ പ്രതികരണം. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ആശുപത്രി വരാന്തയിൽ നിന്നുള്ള ഈ നിസ്സഹായാവസ്ഥ. രോഗിക്ക് ആശുപത്രി വരാന്തയിൽ നിൽക്കേണ്ടി വന്നത് ഏറെ സമയമാണ്. ആശുപത്രിക്ക് അകത്തേക്ക് എത്തിയിട്ടും ചികിത്സ ലഭിച്ചില്ല എന്നുള്ളതാണ്. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ആശുപത്രിയിൽ എത്തിയിട്ടും ചികിത്സാ നിഷേധം എന്നുള്ളത്. വിളപ്പിൽശാലയിലെ സർക്കാർ സംവിധാനത്തിൽ നിന്നാണ് ഒരു രോഗി ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചത്. എന്താണിപ്പോൾ അറിയാനാകുന്നത്? ആശുപത്രി അധികൃതർ എങ്ങനെ പ്രതികരിക്കുന്നു? അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതിൽ ആശുപത്രിയിൽ ജീവനക്കാരുണ്ടായിരുന്നു, ഡ്യൂട്ടി ഡോക്ടറും നഴ്സും ഉണ്ടായിരുന്നു, സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാം ഉറക്കത്തിലായിരുന്നു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ആ പരാതിയെ സാധൂകരിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ TV ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്യുന്നത്. CCTV ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് സ്മൃതി, വയ്യാതായ ശ്വാസ തടസ്സമുള്ള ബിസ്മീർ, 37 വയസ്സ് മാത്രമാണ് പ്രായം. ബിസ്മീറിനെ ഭാര്യ ഇരുചക്ര വാഹനത്തിലാണ് ആശുപത്രിയിൽ കൊണ്ടുവരുന്നത്. വിളപ്പിൽശാല സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിനുള്ളിൽ കയറിയ ശേഷം അവിടെ വരാന്തയിലുണ്ടായിരുന്ന കസേരയിൽ ഇരിക്കുന്നു. പക്ഷേ അകത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. അകത്തേക്കുള്ള ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു. അവിടെ ബെല്ല് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബെല്ലിൽ അടിക്കുന്നു, തുറക്കുന്നില്ല. വീണ്ടും ഭർത്താവിന്റെ അടുത്ത് വന്ന് നെഞ്ചു തടവി കൊടുക്കുന്നു. പിന്നീട് പോയി വീണ്ടും ബെല്ലടിക്കുന്നു, അപ്പോഴും തുറക്കുന്നില്ല. അങ്ങനെ 2-3 മിനിറ്റ് നേരം അവിടെ അങ്ങനെ ഭർത്താവിന്റെ ഈ അവസ്ഥ കണ്ട് മരണത്തോട് മല്ലിടുന്ന നിസ്സഹായയായി നിൽക്കേണ്ടി വന്ന ഭാര്യയുടെ വിലാപമാണ്, ഒരു ബുദ്ധിമുട്ടാണ്, ആ വിഷമമാണ് നമ്മൾ മുൻപ് കേട്ടത്. ജാസ്മിൻ എന്നാണ് ഭാര്യയുടെ പേര്. അതിനുശേഷം സെക്യൂരിറ്റി നിലവിളി കേട്ടാണ് വരുന്നത്. നിലവിളിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് ഈ ഭർത്താവ് ബിസ്മീർ നിലവിളിക്കുന്നുണ്ട്. അതിനുശേഷമാണ് സെക്യൂരിറ്റി വരുന്നത്. ഭാര്യ ഭർത്താവിന് ഇരുചക്ര വാഹനത്തിലാണ് വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ആശുപത്രിയുടെ ഗേറ്റ് പൂട്ടിക്കിടക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എത്ര തവണ കഴിഞ്ഞാണ് ഗേറ്റ് തുറന്നത്, സെക്യൂരിറ്റി എത്തിയത്?
5 മിനിറ്റോളം കഴിഞ്ഞാണ് സെക്യൂരിറ്റി എത്തുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അത്രയും നേരം ഗേറ്റ് പൂട്ടിക്കിടക്കുകയായിരുന്നു. അതായത് വരാന്തയിൽ ഇരിക്കേണ്ടി വന്നു. അകത്ത് ഡോക്ടറുണ്ട്, നഴ്സുണ്ട്, അവരൊക്കെ ഉറക്കത്തിലായിരുന്നു എന്നുള്ളതാണ് പരാതി. അത് ശരിയാണെന്ന് നമുക്ക് അംഗീകരിക്കേണ്ടിയും വരും. പരാതി സത്യമാണെന്ന് സമ്മതിക്കേണ്ടി വരും. അകത്ത് ഡോക്ടർമാരുണ്ടായിരിക്കെ ഗേറ്റ് പൂട്ടിയിരിക്കുകയായിരുന്നു. സെക്യൂരിറ്റി അടക്കമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാകട്ടെ, ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം BJP നേതാക്കളും കോൺഗ്രസ് നേതാക്കളും എല്ലാം ഈ അവിടുത്തെ സൂപ്രണ്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാകട്ടെ, പട്ടി കയറുമെന്ന് പേടിച്ച് ഗേറ്റ് പൂട്ടിയിട്ടു എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിന് ന്യായീകരിക്കാനാവുക എന്നുകൂടി കുടുംബം ചോദിക്കുകയാണ്. സ്മൃതി, കടുത്ത നടപടിയെടുക്കേണ്ട സംഭവം തന്നെയാണ്. ദൃശ്യങ്ങളടക്കം ഇതാ, അനാസ്ഥയുടെ ദൃശ്യങ്ങളടക്കം ഇതാ പുറത്തു വരികയാണ്. ശ്വാസം കിട്ടാതെയാണ് ഒരു രോഗി സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ വെച്ച് മരിച്ചിരിക്കുന്നത്.